ഹലോ ഗായ്സ്, ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വല്യപ്പച്ചനും അലിയനെയും കൂടി തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പം സ്റ്റാലിനോട് സംസാരിച്ച കാര്യമൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയാണ്. നമ്മുടെ സ്റ്റാലിൻ ഈ വല്യപ്പച്ചൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അംഗീകരിച്ചില്ലല്ലോ. അപ്പം അതിനെപ്പറ്റിയും പിന്നെ ഞാൻ നിന്റെ സൈഡാണെന്നാണ് പുള്ളി വിചാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയാണ്. നിന്റെ ഈ ഉപവാസം നിർത്തണം മോളെ, സ്വന്തം ശരീരം കേടാക്കിയിട്ട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാം, ഒരാളുടെ ശരീരം കേടാക്കുന്നതിനേക്കാളും വലുതല്ലേ അയാളുടെ മനസ്സും നന്നാക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതിനുശേഷം അവളിങ്ങനെ ചോദിക്കുകയാണ്, അല്ല ശരിക്കും എൻ്റെ പപ്പയും ഈ വൈഫിൻ്റെ വീട്ടുകാരും തമ്മിൽ ശരിക്കും എന്താ പ്രശ്നം? എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ വല്യപ്പച്ചൻ എന്നോടൊന്നും പറയാതെ. അപ്പം പുള്ളി പറയുന്നുണ്ട്, ഇല്ല മോളെ എനിക്കൊന്നും അറിയാൻ മേല. എന്നിട്ട് നമ്മുടെ അലീന ചോദിക്കുകയാണ്, അല്ല എൻ്റെ പപ്പയുടെ വൈഫ് എന്താ ഇങ്ങോട്ടൊന്നും വരാത്തത്? ഇത്രയും ദിവസമായിട്ടും ഒരു തവണ പോലും ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. അപ്പം അതിന് മറുപടി പറയാണ് നമ്മുടെ വല്യപ്പച്ചൻ, അതായത് അവൾ വലിയ ധ്യാനക്കാരിത്തിയാണ്, വലിയ ഭക്തിയൊക്കെയാണ്. കാരണം എപ്പോഴും ഇങ്ങനെ ധ്യാന കേന്ദ്രത്തിലൊക്കെ പോകുമ്പം ഇന്ന് തിരുവല്ലയിലെ ധ്യാന കേന്ദ്രത്തിലാണ്, പിന്നെ കോട്ടയത്ത് ധ്യാന കേന്ദ്രത്തിൽ, അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പോകുന്ന ഒരാളാണെന്ന് പറയാം. നമ്മുടെ അലീന വീണ്ടും ചോദിക്കണം, അപ്പം പിള്ളേരുടെ കാര്യമൊക്കെ ആരാ നോക്കുന്നത്? അപ്പം അന്നേരം പുള്ളി പറയാണ്, അതിന് റീതാമ്മയുണ്ടല്ലോ. അപ്പം അലീന ചോദിക്കണം, അപ്പം വേറെ പണിയൊന്നുമില്ല പുള്ളിക്കാരത്തിക്ക്? അങ്ങനൊന്നുമില്ല. എന്നിട്ട് പറയാണ്, ഈ എൽസമ്മയ്ക്ക് ശരിക്കും റീതാമ്മേനെ വലിയ കാര്യമാണ്. അപ്പം ഈ പുള്ളിക്കാരത്തിയുടെ അടുത്ത് തന്നെ അല്ലെങ്കിൽ ആ വീട്ടിൽ തന്നെ താമസിക്കണമെന്ന് വലിയ കാര്യമായിരുന്നു. എന്നിട്ട് ഇങ്ങനെ അവരുടെ കുടുംബക്കാരുടെ കാര്യമൊക്കെ പറയാം. അതായത് ഇവർ താമസിച്ച അഞ്ചൽ എന്ന് പറഞ്ഞ പ്ലേസിലായിരുന്നു. അപ്പോൾ അവിടെ റീതാമ്മയുണ്ട്, അവരുടെ ബന്ധുക്കൾ എല്ലാവരും ഉണ്ട്. എന്നാൽ പിന്നെ ആ ഒരു ടൈമിൽ നമ്മുടെ സ്റ്റാലിൻ അങ്ങ് പുറത്തല്ലായിരുന്നോ, അപ്പം മിലിറ്ററിയിലായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നോക്കാനൊന്നും ആൾക്കാരൊന്നും ഇല്ല. എന്നാൽ പിന്നെ ബന്ധുക്കളുടെയൊക്കെ ചുറ്റുവട്ടത്തിരിക്കട്ടെ എന്നും പറഞ്ഞാണ് അവിടെ ഒരു വീട് എന്ത് ചെയ്തത്, സെറ്റപ്പാക്കി വാങ്ങിക്കൊടുത്തത്. നമ്മുടെ അലീനയുടെ അടുത്ത ചോദ്യം, അല്ല മിലിറ്ററി ആയിരുന്ന സമയത്ത് ഓക്കെ അവരവിടെ താമസിച്ചോട്ടെ, അപ്പം മിലിറ്ററിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം എന്തുകൊണ്ട് ഭാര്യയുടെയും മക്കളുടെയും കൂടെ അവിടെ പോയി താമസിച്ചില്ല? അപ്പം നമ്മുടെ കുട്ടിച്ചായൻ്റെ ഒരു റിപ്ലൈ, അതായത് അപ്പോഴാണ് നമ്മുടെ സ്റ്റാലിൻ ഈ പറയുന്ന ബംഗ്ലാവും എസ്റ്റേറ്റും ഒക്കെ വാങ്ങിയത്. അപ്പം പിന്നെ ഇവിടെ താമസിക്കണ്ടേ, അവൻ ഇവിടെ താമസിക്കണതാണ് ഇഷ്ടം. അപ്പം നമ്മുടെ അലീനയുടെ അടുത്ത ചോദ്യം, എന്നാൽ ശരി, എന്നാൽ പിന്നെ ഭാര്യനെ മക്കളെയും ഇങ്ങോട്ട് ആക്കിക്കൂടായിരുന്നു, ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നുകൂടായിരുന്നു? അപ്പോൾ അതിനും കുട്ടിച്ചായനൊരു മറുപടി പറയുകയാണ്, കുട്ടികൾ പഠിച്ചിരുന്ന ആ ടൈമിൽ ഈ പറയുന്ന അഞ്ചലും പുനലൂരും ഒക്കെ ആയിരുന്നു. പിന്നെ ഇവരുടെ ആങ്ങളമാരുടെയും കുടുംബക്കാരുടെയും ഒരു സഹകരണവും സപ്പോർട്ടൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എങ്ങോട്ടേക്കും കൊണ്ടുവരാതിരുന്നതെന്ന് നമ്മുടെ കുട്ടിച്ചായൻ പറഞ്ഞു. എല്ലാം ഒരുമാതിരി ഉടായ്പ മറുപടികളാണെന്നേ. നമ്മുടെ അലീന പറയാണ്, അത് നമ്മൾ നിർബന്ധിച്ചെങ്കിൽ വിളിച്ചുകൊണ്ട് പോരുന്നാൽ പോരായിരുന്നു, അപ്പോൾ ഇങ്ങോട്ട് വാ കൂടെ താമസിക്കുന്നത് പറഞ്ഞാൽ പോരായിരുന്നു, ഒരു ഫോഴ്സ് എടുക്കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് ഈ അപ്പം പറയാണ്, ഈ പറയുന്ന എൽസമ്മയ്ക്ക് റീതാമ്മ പറയുന്നതാണ് വേദവ. അപ്പോൾ അവർ പറയുന്നതിന് മറുത്ത് ഈ പറയുന്ന എൽസമ്മ ചെയ്യില്ല. ഒരു പക്ഷേ ഈ പറയുന്ന റീതാമ്മ പറഞ്ഞിട്ടുണ്ടാവും പോവണ്ടെന്ന് കുളത്തൂപ്പുഴയിലോട്ട്, അതായിരിക്കും അവൾ വരാത്തത് എന്നിങ്ങനെ പറയുമ്പോൾ അലീന പറയണം, സാധാരണ അവിടെ നാട്ടു നടപടി അനുസരിച്ച് എന്താ, അപ്പോൾ ഭർത്താവിൻ്റെ ഫാമിലി ഇടപെടുവാണല്ലോ വേണ്ടത്. അപ്പോൾ നമ്മുടെ അത് തന്നെയാണ് നമ്മുടെ അലീന ചോദിക്കുന്നത്. അപ്പോൾ എന്നാ വല്യപ്പച്ചനും വീട്ടുകാരും കൂടി ഒന്നും ഇതിൽ ഇടപെടാഞ്ഞത്? അവരെ വിളിച്ചുകൊണ്ട് വരേണ്ടതല്ലായിരുന്നു ചെയ്യേണ്ടത്? അപ്പം ഈ അപ്പാപ്പൻ പറയുകയാണ്, എൻ്റെ മോളെ ഞാൻ പറഞ്ഞാൽ എങ്ങാണ്ട് അവൻ കേൾക്കുമോ? ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല, ആരും പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല. പിന്നെ അതും പോരാഞ്ഞിട്ട് ആദ്യം മുതൽ തന്നെ ഈ പറയുന്ന എൽസമ്മയും ഈ സ്റ്റാൻലിയും കൂടി വലിയ ഒരു ടേംസിലൊന്നും അല്ലായിരുന്നു, ആ ദാമ്പത്യം അത്ര സുഖകരമല്ലായിരുന്നു എന്ന് പുള്ളി പറയുകയാണ്. അപ്പം നമ്മുടെ അലീന ചോദിക്കുക, അതെന്നാ കാരണം? നമ്മുടെ അലീന ചോദിക്കേണ്ടത് തന്നെ ഈ പറയുന്ന എൽസമ്മ നമ്മുടെ ലാലിച്ചനോട് തല്ലൊക്കെ പിടിക്കുന്ന കൂട്ടത്തിലാണോ എന്ന് ചോദിക്കുമ്പം അപ്പം നമ്മുടെ കുട്ടിച്ചാൻ പറയണേ, അങ്ങനെയൊന്നുമില്ല, അങ്ങനെ വഴക്കുണ്ടാക്കുന്ന ആളൊന്നും അല്ലായിരുന്നു. പക്ഷേ അവൾക്കിഷ്ടം അവളുടെ സ്വന്തം വീട്ടുകാരെ ആയിരുന്നു, അവരോടാണ് കാര്യം, അവർ പറയുന്നതേ കേൾക്കത്തുള്ളൂ. അതുകൊണ്ട് കൂടുതൽ പ്രയോറിറ്റി അവർക്ക് കൊടുത്തു. അവർക്കാണെങ്കിൽ നമ്മുടെ ലാലിച്ചനോട്ട് ഇഷ്ടമല്ല, ലാലിച്ചൻ അവരെ ഇഷ്ടമല്ല. പറയാണ്, കല്യാണം കഴിഞ്ഞ് ഭാര്യ വീട്ടുകാരോട് അമിതമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടർത്തിയെടുത്ത് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് പുള്ളി പറഞ്ഞു, അതായത് ലാലിച്ചൻ മിലിറ്ററിയിലായിരുന്ന ഒരു ടൈമിൽ പിള്ളേർ വളർന്നതും പഠിച്ചതും എല്ലാം ഇവിടെ ഈ പറയുന്ന അമ്മ വീട്ടുകാരോട് കൂടെ. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികൾക്ക് കുറച്ചും കൂടെ അടുപ്പം ഈ പറയുന്ന അമ്മ വീട്ടുകാരോടാണ്. അവർക്ക് അവരുടെ പപ്പേനേക്കാളും വലുത് ഈ പറയുന്ന അമ്മ വീട്ടുകാരാണ്. അപ്പോൾ നമ്മുടെ അലീന ചോദിക്കുകയാണ്, ഈ പറയുന്ന റീതാമ്മയ്ക്കും ഹസ്ബൻഡും കുട്ടികളും ഒന്നും ഇല്ല? അപ്പം പറയാണ്, ഹസ്ബൻഡുണ്ട്, മരിച്ചുപോയി, ഇപ്പം നിലവിൽ കുട്ടികളൊക്കെ ഉണ്ട്. എങ്കിൽ ഓക്കെ, എന്നാൽ പിന്നെ ഈ പപ്പ എന്താ അഞ്ചലിൻ്റെ വീട്ടിലോട്ട് ഒരിക്കൽ പോലും പോവാതെ തിരിച്ച് നമ്മുടെ വീണ്ടും അലീന ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ കുട്ടിച്ചായൻ പറയാണ്, ഇവർ തമ്മിൽ സ്വരച്ചേർച്ചയില്ല, അതോടൊപ്പം ഈ പറയുന്ന എൽസമ്മയുടെ വീട്ടുകാരോട് ഒത്തുപോകാനായിട്ട് ലാലിച്ചനും പറ്റൂല, അതാണ് പ്രശ്നം. നമ്മുടെ അലീന ചോദിക്കുകയാണ്, ഒന്ന് സ്ട്രോങ് ആയിട്ട് പപ്പ പറഞ്ഞാൽ അവരനുസരിക്കില്ലേ, ബാക്കി കാര്യങ്ങൾ ആ ഒരു മുറയ്ക്ക് പോയില്ലേ? അപ്പം നമ്മുടെ ഈ അപ്പച്ചൻ പറയാണ്, അങ്ങനെ നമ്മൾ അനുസരിപ്പിച്ചിട്ട് എന്നാ കിട്ടാനാണ്, നമ്മൾ ഇത് സ്നേഹം ഉള്ളിൽ നിന്ന് ആ ഒരു ഇത് വരേണ്ടതല്ലേ, മക്കൾക്കും ഭാര്യയ്ക്കൊക്കെ അമ്മ വീട്ടുകാരെയാണ് താല്പര്യമെങ്കിൽ ഓക്കെ, അവരെന്നാ വഴിക്ക് പൊക്കോട്ടെ എന്ന് പുള്ളി അങ്ങോട്ട് കരുതി. അപ്പോൾ ആർക്കും പ്രശ്നമില്ല, വഴക്കുമില്ല. എന്നിട്ട് പുള്ളി പറയാണ്, അങ്ങനെയൊക്കെ ആ ഒരു ബന്ധമൊക്കെ അങ്ങ് തണുത്ത് മരവിച്ച് പോയേക്കാണ്. അപ്പം നമ്മുടെ അലീനയൊക്കെയാണ്, ഈ പറയുന്ന പപ്പയ്ക്ക് ആ കുട്ടികളോടൊന്നും വലിയ സ്നേഹമൊന്നുമില്ലേ? അപ്പോൾ അന്നേരം അപ്പച്ചൻ പറയാണ്, ഉണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഉണ്ടോ നമുക്കറിയില്ല, അവൻ്റെ സ്വഭാവം നീ കണ്ടതല്ലേ, അവൻ ആരെയും നിർബന്ധിക്കത്തില്ല, അവനെ ആരും നിർബന്ധിക്കുന്നത് അവന് ഇഷ്ടമല്ല. എന്നിട്ട് പിന്നെ നമ്മുടെ കുട്ടിച്ചാൻ പറയുകയാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് ആവശ്യത്തിനുള്ള പൈസ അത് ഫുള്ള് നമ്മുടെ ഈ പറഞ്ഞ സ്റ്റാലിൻ കൊടുക്കുന്നുണ്ട്, അതിൽ യാതൊരു വീഴ്ചയും വരുത്തുന്നില്ല, അതെങ്ങനെ ചിലവഴിക്കുന്നു എന്ന് പോലും അവൻ ചോദിക്കാറില്ല എന്ന് പറയുകയാണ്.
അപ്പം നമ്മുടെ അലീന ചോദിക്കുകയാണ്, "എന്തൊക്കെയായാലും സ്വന്തം പപ്പയല്ലേ. ഈ പിള്ളേർക്ക് സ്വന്തം പപ്പേനെ കാണണം അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഇല്ലേ? ഒന്നും ഇല്ലെങ്കിലും പഠിപ്പിക്കണതും വളർത്തണതും എല്ലാം പപ്പ തന്നെയാണല്ലോ" എന്നിങ്ങനെ പറയാണ്. അപ്പം ഈ പറയുന്ന കുട്ടിച്ചാൻ വീണ്ടും ഒരു മറുപടി പറയാണ്, ഈ പറയുന്ന എൽസമ്മയും അതുപോലെ ഈ റീത്താമ്മയും അവരുടെ കുടുംബക്കാരെല്ലാം കൂടെ പിള്ളേരെ പറഞ്ഞ് തെറ്റിപ്പിച്ച് അവരെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചേക്കുകയാണെന്ന് പറയാണ്. അപ്പോൾ അവൾ ചോദിക്കുകയാണെങ്കിൽ എന്ത് കാര്യം പറഞ്ഞിട്ടാണ് ഈ പിള്ളേരെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചേക്കുന്നത്? അപ്പോൾ പറയാണ്, അലിച്ചാൻ ഭയങ്കര ക്രൂരനും ഭയങ്കര കള്ളുകൂടിയനും ഭയങ്കര ദുഷ്ടനും ഒക്കെ ആണെന്നും പറഞ്ഞ്. അപ്പം നമ്മുടെ അലീന ചോദിക്കുകയാണ്, "ഈ കുട്ടികളൊക്കെ പഠിക്കണ കുട്ടികളൊക്കെ ആണോ?" എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അന്നേരം ഈ വല്യപ്പച്ചൻ പറയണം, ആർക്കറിയാം, ആര് തിരക്കുന്നു അതൊക്കെ എന്ന് പറയണം. പിള്ളേരുടെ വിശേഷങ്ങളൊക്കെ പറയാണ്. മൂത്തത് ടാനി, അവൾ കോളേജിലാണ് പഠിക്കുന്നത്. പിന്നെ ഇളയത് നമ്മൾ കണ്ട ആ ടെൽസ കൊച്ചാണ്. അപ്പോൾ അതിന് കുറച്ച് പ്രശ്നമുണ്ടെന്ന് പറയാണ്. പിന്നെ ഉള്ളത് ടോജോ, അവരും പഠിക്കുകയാണെന്ന് പറയണം. അപ്പം നമ്മൾ ഈ കൊച്ചിന് സുഖമില്ലാന്ന് പറയുമ്പോൾ നമുക്ക് അലീന ചോദിക്കുന്നുണ്ട്, എന്തേ അതിന് ട്രീറ്റ്മെൻറ്റ് ഒന്നും കൊടുക്കണില്ല, ഹോസ്പിറ്റലിൽ പോകണില്ലേ? അപ്പോൾ അതിനെപ്പറ്റി അറിയില്ല എന്ന് വല്യപ്പച്ചൻ പറയുമ്പം അലീന ഭയങ്കര ഇതായിട്ട് ചോദിക്കുകയാണ്, "ശരിക്കും പപ്പയല്ലേ അതൊക്കെ നോക്കണ്ടേ? പപ്പയല്ലേ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത്? ശരിക്കും എൻ്റെ റെസ്പോൺസിബിലിറ്റി പപ്പയ്ക്ക് തന്നെ അല്ലേ?" എന്ന് പറയുമ്പം ഈ വല്യപ്പച്ചൻ പറയാം, "ശരിക്കും അവൻ്റെ കയ്യിൽ നിന്ന് എല്ലാ പിടിയും വിട്ടുപോയി. അപ്പോൾ അവൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് പിടിവിട്ട ഒരു കാര്യത്തിൽ പിന്നെയും പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കത്തില്ല. ഒരു ടൈം എത്തിയപ്പം ഭാര്യയും മക്കളും വേണോ അതോ മനസ്സമാധാനം വേണോ എന്നൊരു ചൂസ് ചെയ്യേണ്ട ഒരു ഇത് വന്നപ്പോഴത്തേക്കിന് അവൻ എന്ത് ചെയ്തു? മനസ്സമാധാനം ചൂസ് ചെയ്തു. മനസ്സമാധാനത്തോടെ ജീവിക്കുന്നതല്ലേ ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടത്." പിന്നെ നമ്മുടെ അലീന ചോദിക്കുകയാണ്, "എന്നാലും മക്കളല്ലേ വല്യപ്പച്ച, അന്നേരം പിന്നെ എങ്ങനെയാ?" എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, "മോളെ, മക്കളായാലും മരങ്ങളായാലും ഒരു വശത്തോട് കൂടുതൽ സ്വാധീനം ചെലുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വീണ്ടും പിടിച്ച് നിർത്താനായിട്ട് പറ്റത്തില്ല. കാരണം സുധീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പിള്ളേർക്കും വൈഫിനും ഒക്കെ കൂടുതൽ അമ്മ വീട്ടുകാരോടാണ് ഇഷ്ടം. അപ്പോൾ അപ്പനോട് വലിയ കാര്യമില്ല. അപ്പോൾ അത് വീണ്ടും ഇങ്ങനെ വളർന്ന് വളർന്ന് വരുമ്പോൾ അവർക്ക് അപ്പനോൻ്റെ മേലിൽ യാതൊരു തരത്തിലുള്ള ഇഷ്ടമോ താല്പര്യമോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെയായിട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് നിയന്ത്രിക്കാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ഇത് ഇല്ലാതാക്കാനായിട്ട് പറ്റത്തില്ലെന്നാണ് പുള്ളി പറഞ്ഞത്.